ശ്രീ എം കെ ഹരിദാസ്, നമുക്കിനി ശിവൻകുട്ടിയുടെ ഇടപെടൽ അത് പരാമർശിക്കാതെ വയ്യ. ശിവൻകുട്ടി എന്തിനായിരിക്കാം ഈ വിഷയത്തിൽ ഇടപെട്ടത്, പ്രത്യേക താല്പര്യം കാണിച്ചത് എന്തുകൊണ്ടായിരിക്കാം? അദ്ദേഹം മന്ത്രിയാണോ മുക്രിയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. വോട്ട് ചോർച്ച വരുമോ എന്നുള്ള പേടി കൊണ്ടല്ലാതെ ശിവൻകുട്ടിയെ പോലുള്ളവരും ഹൈബീഡിനെ പോലുള്ളവരായാലും ബാക്കി ആരായാലും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടെ വോട്ട് ചോർച്ച. കാരണം RSSനെയും അതുമാതിരി തന്നെ BJPക്കും സ്ഥിരമായ വോട്ടുകളാണ്. അപ്പൊ നിങ്ങളിപ്പോ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചത് കൊണ്ട് ഒരു പ്രയോജനവും വരാൻ പോകുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പാർട്ടികളെല്ലാം ഇപ്പൊ ആരാണോ ആർക്ക് വേണ്ടിയാണോ അവർ സംസാരിച്ചത് അവരൊക്കെ യഥാകാലം വോട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നവരാണെന്നും അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലാണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല. ശരി, അതിൽ നിന്ന് വേറെ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു അനാവശ്യ വിവാദം സർക്കാർ സ്പോൺസർഷിപ്പോടെ ഊതി വീർപ്പിച്ചതാണ് നമുക്കിന്നിപ്പോൾ ഇത് ചർച്ച ചെയ്യേണ്ടി വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു ആവശ്യമില്ലാത്തൊരു സംഗതി, ഒരു സ്കൂൾ അധികൃതരുടെ അവരുടെ അധികാരം, അവരുടെ അമിതമല്ലാത്ത അവരുടെ പരിമിതിയിലുള്ള ഒരു അധികാരം അവർ ഉപയോഗിച്ചു. കാരണം പ്രോസ്പെക്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രോസ്പെക്റ്റിന്റെ ഒപ്പമുള്ള അപേക്ഷാ ഫോറത്തിൽ ഒപ്പിടാണ്ടിരുന്ന ഒരു കുട്ടിക്കും ഇന്ന് അംഗൻവാടിയിൽ വരെ അഡ്മിഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത് ഒപ്പിട്ട് കൊടുത്തിട്ട് അവിടെ യൂണിഫോമിന്റെ കാര്യത്തിൽ ഇത്തരം ഒരു വിഷയം വരുമ്പോൾ ശിവൻകുട്ടിയെ പോലുള്ളവർ, ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന വ്യക്തിയിൽ എന്ത് ക്വാളിറ്റി കണ്ടുകൊണ്ടാണ് നമ്മൾ 4 പേരുണ്ട്. അതിലെനിക്ക് ഈ PDP എന്ന് പറയുന്ന പാർട്ടിയുടെ വ്യക്തിയുടെ രാഷ്ട്രീയത്തിന്റെ എന്ത് ചിന്താഗതിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ സ്വതന്ത്രമായ ചിന്താഗതിയിലെ അദ്ദേഹം ഇരുന്ന കസാല ഒന്ന് ആലോചിക്കണം. മുണ്ടശ്ശേരി മാഷും അതുമാതിരി തന്നെ ഇപ്പൊ ഇവരുടെ രവീന്ദ്രനാഥ് എന്ന് പറയുന്ന പരിണതപ്രജ്ഞനായ വ്യക്തിയും ഒക്കെ ഇരുന്നൊരു കസാലയിൽ ഇരിക്കാൻ എന്ത് യോഗ്യതയുള്ള വ്യക്തിയാണ് ഈ ശിവൻകുട്ടി എന്ന് പറയുന്നത്? ഇന്നൊന്ന് പറയുക, ആ പറഞ്ഞ ഏകദേശം 12 മണിക്കൂർ തീരുന്നതിന് മുമ്പ് അത് മാറ്റി പറയുക. ഇവിടെ അംഗപരിമിതരുടെ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ച, ഒരു 15 ദിവസമായിട്ടില്ല. അദ്ദേഹം എന്തായിരുന്നു, രാവിലെ TV തുറക്കാൻ പറ്റില്ല, സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റില്ല. ശിവൻകുട്ടി അതിലെ യാതൊരു നിലയ്ക്കും വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. എന്തായിരുന്നു അവസാനത്തെ നിലപാട്? ആ നിലപാടിൽ അദ്ദേഹത്തിന് കീഴടങ്ങിയിട്ട് ഏകദേശം ഒരു 3 ദിവസമോ 2 ദിവസമോ കഴിയുമ്പോഴേക്കാണ് ഈ വിഷയത്തില് ഒരു നിലപാടും ആ നിലപാടിനെ മാറ്റി പറഞ്ഞിട്ടുള്ളത്. ശിവൻകുട്ടിയെ പോലുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഇവിടെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തിക്കൊണ്ട് ഈ വിഷയവുമായി കൂട്ടിക്കെട്ടാൻ സത്യത്തില് എനിക്ക് അനിൽ നമ്പ്യാർ ബുദ്ധിമുട്ടുണ്ട്. കാരണം അദ്ദേഹം അത്തരത്തിലൊരു ക്വാളിറ്റിയുള്ള വ്യക്തിയല്ല. ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കാൻ യാതൊരുവിധ ക്വാളിറ്റിയും ഉള്ള വ്യക്തിയല്ല അദ്ദേഹം. നമ്മുടെയൊക്കെ നമ്മൾ പറയില്ലേ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചില ന്യൂനതകളുടെ പേരിൽ അദ്ദേഹം പക്ഷേ അദ്ദേഹം ഇടപെട്ടതിലെ ആ അപകടം അത് ഈ പ്രേക്ഷകരെ ഒന്ന് ധരിപ്പിക്കണമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചോദിച്ചത്. ശിവൻകുട്ടി ഇങ്ങനെ അറിയാം, നിരവധി ഉദാഹരണങ്ങളുണ്ടല്ലോ നമ്മുടെ മുന്നിൽ. ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ഒരു വെളിവും വെള്ളിയാഴ്ചയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം മന്ത്രിയായിരുന്നിട്ട് ഒരു കാര്യത്തിലും ഇന്ന് വരെ പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന പാർട്ടി, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർട്ടി, അദ്ദേഹവും മനസ്സിലാക്കേണ്ടത് എന്താണെങ്കിൽ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ വിടുവായത്വം നിറഞ്ഞ ചില, നമ്മൾ പറയില്ലേ, പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും സമൂഹത്തിൽ വരുത്തി വെക്കുന്ന ജാതീയമായ അല്ലെങ്കിൽ നമ്മൾ ഭരണപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ജാതീയമായ വിള്ളലുകൾക്കും കാരണമാകുന്നുവെങ്കിൽ ആ വായ്ക്ക് തുന്നലിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് കഴിഞ്ഞ ഏകദേശം 4.5 വർഷം കൊണ്ട് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെ എന്നോട് ശ്രീ അനിൽ നമ്പ്യാർ ചോദിക്കാത്ത ഒരു ചോദ്യത്തിന് എനിക്ക് ഈ PDP പ്രതിനിധിയോട്, കാരണം എനിക്ക് അദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, എന്തോ ആവട്ടെ, നൗഷാദ്, താങ്കൾ ഈ ഭരണഘടനയെ പറ്റിയിട്ട് ഇവിടെ പറയുകയുണ്ടായി. ഭരണഘടന ഓരോരുത്തരുടെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് കൃത്യമായ ബോധത്തോടു കൂടിയിട്ട് അതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് അവകാശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയിൽ വസ്ത്രധാരണത്തെ കുറിച്ച് അവകാശം പറഞ്ഞിട്ടുള്ള അങ്ങയോട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഭരണഘടനയുടെ ഏത് പേജിലാണ് മതനിന്ദ അല്ലെങ്കിൽ പ്രവാചക നിന്ദ നടത്തിയ ഒരു അധ്യാപകന്റെ കൈ വെട്ടി മാറ്റണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണോ കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്? ഒരു ഭാഗത്തും എഴുതി വെച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു അധ്യാപകൻ അത്തരത്തിലൊരു തെറ്റ് പറ്റിയാൽ, അധ്യാപകൻ എന്ന് പറഞ്ഞാൽ മാതാപിതാ ഗുരുദൈവം എന്ന് നമ്മൾ സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിന്റെ ഒരു പൈതൃകമായിട്ടുള്ള വാക്കാണ് അത്. കേരളത്തിന്റെ മാത്രം, പുറത്തേക്ക് പോയാലൊന്നും ആ വാക്കിന് അത്ര അർത്ഥമില്ല. അത്തരത്തിലുള്ള ഒരു അധ്യാപകന് മാപ്പ് കൊടുക്കാൻ കഴിയാതെ ഭരണഘടനയിൽ പറഞ്ഞ പ്രകാരമാണോ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ കൈ വെട്ടിമാറ്റിയത്? അദ്ദേഹം ചെയ്തത് തെറ്റോ ശരിയോ അതൊക്കെ നമുക്ക് പിന്നീട്, കാരണം അതിനാണല്ലോ ഇവിടെ കോടതിയൊക്കെ ഉള്ളത്, നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷെ ഈ ചെയ്തിട്ടുള്ളത് ശരിയാണോ? അത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണോ? അല്ല. അതിനെ മതനിന്ദയായിട്ട് കണ്ടുകൊണ്ട് ഒരു പാവപ്പെട്ട അധ്യാപകൻ ഇന്നും ആ കൈക്ക് സ്വാധീനമില്ലാതെ അത് ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ശ്രീ അനിൽ നമ്പ്യാർ, എനിക്ക് ഏറ്റവും അധികം വിഷമം തോന്നിയ ഒരു സംഗതി എന്താണെന്നറിയോ?
ഇതിന് കോടതി വിധി വന്നിട്ട് അതിലത്തെ 1, 2, 3 പ്രതികളെ ശിക്ഷ വന്നിട്ടില്ല. ബാക്കിയുള്ള പ്രതികളെ 4 തൊട്ടിട്ട് ബാക്കിയുള്ള പ്രതികളെ ശിക്ഷിച്ച ദിവസം ചർച്ചയിൽ എനിക്കും പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ ചർച്ചയിലെ ഈ SDPI എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രതിനിധി ഈ ജോസഫ് മാഷോട് ചോദിക്കുകയാണ്. ജോസഫ് മാഷ് ചർച്ചയിലില്ല. ഈ കുട്ടികൾ ചെയ്തിട്ടുള്ള ഈ തെറ്റിനോട് അങ്ങേക്ക് പൊറത്തു കൂടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങേക്ക് പൊറത്തു കൊണ്ട് കോടതിയിലെ ഒരു അപേക്ഷ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളത്. കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം നോക്കണം. അപ്പൊ ഭരണഘടന ഇവിടെ PDPയുടെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഈയിടെയുള്ള ഒരു വാഹന പ്രചരണ ജാഥയില് ഉറക്കെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇന്ത്യൻ ഭരണഘടന സംരക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ SDPI എന്ന പാർട്ടിയോട് പിന്തുണ പ്രഖ്യാപിക്കൂ. എവിടെയാണ് സാർ നിങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിനെ ഇത്തരത്തിൽ കരിവാരി തേച്ചുകൊണ്ട് മുസ്ലിം സഹോദരങ്ങളുടെ എല്ലാ മാനസിക സ്വസ്ഥതയും തകർത്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇത്തരത്തിലുള്ള സംഘടനകൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുകയും ഇത്തരത്തിലുള്ള ക്രൂരപ്രവൃത്തികളും ചെയ്യുകയല്ലാതെ എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ താങ്കൾ ഇവിടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരു വസ്ത്രധാരണത്തിന്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിന് ഒരു ന്യായീകരണം നടത്തിയത് തീരെ ശരിയായിട്ടില്ല. ഇനി ആംഗ്ലോ ഇന്ത്യൻ കുട്ടികളുണ്ട്. നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ വളരെയധികം കുറവാണെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ വസ്ത്രധാരണം വിഭിന്നമാണ്. വളരെ കുറഞ്ഞ വസ്ത്രം ധരിക്കുന്നവരാണ് ആംഗ്ലോ ഇന്ത്യൻ കുട്ടികൾ. അപ്പൊ ഈ സ്കൂളിലെ സ്കൂളിന്റെ ഭരണകർത്താക്കള് അല്ലെങ്കിൽ സ്കൂളിന്റെ ഇത്തരത്തിലുള്ള വസ്ത്രധാരണത്തിൽ ശുഷ്കാന്തി കാണിക്കേണ്ടവര് നാളെ ആ കുട്ടികൾ അത്തരത്തിലുള്ള ചെറിയ ട്രൗസറും ചെറിയ ടീഷർട്ടൊക്കെ ഇട്ട് വന്നോളാൻ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ കേരള ഹൈക്കോടതി നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണ തിരുത്തിയിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ ഭരണഘടനയിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ പറയട്ടെ, ഭരണഘടനയുടെ പല ഭാഗത്തും കോടതിയുടെ പരമാധികാരത്തെക്കുറിച്ച് അങ്ങേയറ്റം കാര്യങ്ങൾ പറയുന്ന അതേ കോടതി 2018 പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വസ്ത്രധാരണം നടത്തിയിട്ട് സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല. സ്കൂളുകളിൽ അതായത് വിദ്യാലയങ്ങളിൽ കൃത്യമായ വസ്ത്രധാരണം വേണമെന്ന് വിദ്യാലയം നടത്തുന്നവർ തീരുമാനിച്ചാൽ അതനുസരിക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന് പറയുമ്പോൾ അത് അനുസരിച്ച് തന്നെയാവണം. ഒരു കാര്യം കൂടി പറയാണ് ശ്രീ അനിൽ നമ്പ്യാർ, ഇവിടെ ശ്രീ നൗഷാദ ശ്രീ PDPയുടെ പ്രതിനിധി പറഞ്ഞതിന്റെ 98% കേൾക്കാൻ എനിക്ക് ഒരു വാക്ക് പോലും കേട്ടിട്ടില്ല. സാങ്കേതിക പ്രശ്നം മൂലമാണ്. അതുകൊണ്ട് ആ പ്രശ്നത്തിലേക്ക് ഞാൻ കടക്കുന്നില്ലെങ്കിലും ഇവിടെ ശിവൻകുട്ടിയെ പോലുള്ള ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഒരു നിരീക്ഷണത്തെ ആസ്പദപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തിലേക്ക് കടക്കരുത്. കാരണം ഒരു കാഴ്ചപ്പാടുമില്ല അദ്ദേഹത്തിന് എന്നല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമില്ല. അനിൽ നമ്പ്യാർക്ക് ഓർമ്മയില്ലേ, മലപ്പുറത്തെ പെൺകുട്ടികൾ തട്ടം ഉപേക്ഷിക്കാനും വിദ്യാഭ്യാസം നേടാനും പ്രചോദനമായത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നിടവിട്ട് ഭരിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞ വിഡ്ഢിയായ ഒരു നേതാവുള്ള ഒരു പാർട്ടിയാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടി. ഞാനത് കേട്ടിട്ട് ഇന്നും അന്നും ഉള്ളുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അതിന്റെ ആ ഒരു വിഷയത്തിൽ കുട്ടികൾക്ക് സ്വയം അവരുടെ മാതാപിതാക്കൾക്ക് മുസ്ലിം കുട്ടികളുടെ മാതാപിതാക്കൾക്ക് തോന്നുന്നു ഞങ്ങളുടെ കുട്ടികൾ വിദ്യാഭ്യാസം നേടണം, ഞങ്ങളുടെ കുട്ടികൾ തട്ടം ധരിക്കേണ്ടെങ്കിൽ ധരിക്കേണ്ട എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടല്ല, ഒന്നിടവിട്ട 5 വർഷം ഇവർ ഇവിടെ ഭരിച്ചത് കൊണ്ടാണെന്നുള്ള അവകാശവാദം ഏറ്റുവാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടി, ഈ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രതിനിധിയാണ് ഈ ശിവൻകുട്ടി എന്നിരിക്കെ ചുട്ടു തെല്ലുമ്പോ കൊല്ലനും കൊല്ലത്തിയും ഒന്നാണെന്നൊരു ചൊല്ല് അനിൽ നമ്പ്യാർക്ക് അറിയില്ലേ? ഇവിടെ വോട്ട് ചോർച്ചയുടെ വശം കൃത്യമായി മനസ്സിലാക്കിയപ്പോ ഹൈബി ഈഡനിലെ ജനാധിപത്യ ബോധവും മതേതര ബോധവും ചോർന്നുപോയി. ഇവിടുത്തെ DCC പ്രസിഡന്റിന്റെ ജനാധിപത്യ ബോധവും മതേതര ബോധവും ഊർന്നുപോയി. അതുപോലെ തന്നെ ഈ ശിവൻകുട്ടിയുടെ മതേതര ബോധത്തെ കുറിച്ചിട്ട് നമുക്ക് അറിയാവുന്നത് കൊണ്ട് അത് ചോർന്നുപോയി എന്ന് പറയാനൊന്നുമില്ല. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും 24 മണിക്കൂർ തന്റെ മന്ത്രി കസാരയിൽ ഉറച്ചിരിക്കണം എന്നുള്ള ചിന്താഗതിയോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് ഈ ഒരു ചെറിയ അങ്ങേയറ്റം ഒരു ചെറിയ വിഷയം ഇത്രയും ഊതി വീർപ്പിച്ച് വഷളാക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായാലും മതരാഷ്ട്രീയ സംഘടനയായാലും അത് അങ്ങേയറ്റം കേരളത്തിന് വരുത്തി വെച്ചിരിക്കുന്ന മാനക്കേട് നിസ്സാരമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ